എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെ സമയത്ത് ഭൂമിയിലെ 8 മനുഷ്യരെ ഒഴിച്ച് ബാക്കിയുള്ളതിനെ മുഴുവൻ നശിപ്പിച്ചത്? നോഹയുടെ കാലത്തെ പ്രളയം നമുക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ദുഷ്ടത വർദ്ധിക്കുന്നിടത്ത് സുവിശേഷത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സുവിശേഷം എത്തപ്പെടുവാൻ വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവത്തെ എല്ലാ ന്യായവിധിക്ക് മുമ്പും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. എങ്കിലും അതിന് ഒരു അവധി ദൈവം വെച്ചിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. നോഹയുടെ കാലത്ത് അത് 120 സംവത്സരമായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിക്ഷാവിധിയെ അതിജീവിക്കുവാനുള്ള വാതിൽ ദൈവം മാനവജാതിക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇതാകുന്നു ആ സമയം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ വായിച്ചിട്ടുള്ള സകലരുടെയും മനസ്സിലുണ്ടാവുന്ന ചില സംശയങ്ങളെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും ആരാണ്? അവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും ഉണ്ടായതാണോ ആ കാലത്തെ മല്ലന്മാർ? ഈ ഭാഗം പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. നാം ചിന്തിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ജലപ്രളയത്തിന് മുൻപുള്ള ഒരു സമയമുണ്ട്. ദൈവം സകലത്തെയും സൃഷ്ടിച്ചതിനെക്കുറിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും മനുഷ്യൻ പാപത്തിൽ വീണതിനെക്കുറിച്ചും നാം അവിടെ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായങ്ങളിൽ പുതിയൊരു നാഗരികത വികാസം പ്രാപിക്കുന്നതിനെക്കുറിച്ച് കാണുന്നു. തുടർന്ന് ഒരു വലിയ ജലപ്രളയത്താൽ ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. സകലത്തെയും സൃഷ്ടിച്ച് 1656 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ ന്യായവിധി ഉണ്ടാകുന്നത് എന്ന് ഓർക്കണം. ഈ 1656 വർഷങ്ങളിലെ ചരിത്രം പറയുവാൻ വെറും 2 അധ്യായങ്ങൾ അഥവാ 60 വാക്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോന്നിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ, അല്ലാതെ വിശദമായി വിവരിച്ചിട്ടില്ല എന്ന് മറക്കരുത്. എന്നാൽ ബൈബിൾ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ ആവശ്യമായതെല്ലാം ഈ പറയുന്ന ഭാഗത്തുള്ളടക്കം ചെയ്തിട്ടുമുണ്ട്. കാരണം ഈ വാക്യങ്ങൾ മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലം വെളിപ്പെടുത്തുവാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ദൈവം ഭൂമിയിലെ 8 മനുഷ്യരെ ഒഴിച്ച് ബാക്കിയുള്ള കോടിക്കണക്കിന് മനുഷ്യരെ നശിപ്പിച്ചത് എന്ന് പറയുവാൻ ആവശ്യമായ ചില കാരണങ്ങൾ മാത്രമാണ് മോശ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നൽകുന്നത്. ഒന്നാമത്, മനുഷ്യൻ ദൈവം വെച്ച സകല അതിരുകളെയും അവഗണിച്ച് അവന് തോന്നിയതുപോലെ വിവാഹം കഴിക്കുവാനും ജീവിക്കുവാനും തുടങ്ങി. മനുഷ്യൻ സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു എന്ന് ചുരുക്കം. ജലപ്രളയത്തിന് മുൻപുണ്ടായിരുന്ന മനുഷ്യർ അങ്ങനെ മഹാവഷളന്മാരായി ജീവിച്ചു. അങ്ങനെ ഭൂമിയിൽ വഷളത്വം പെരുകി. എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ സ്വയം ഏൽപ്പിച്ചു കൊടുത്തത് എന്നതിനുള്ള ഉത്തരം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ സംഭവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നും അത് തിന്നുന്ന നാളിൽ ഞങ്ങൾ മരിക്കുമെന്നും ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവരുടെ അടുത്ത് പ്രലോഭനവുമായി വന്ന സാത്താനോട് ഹവ്വ പറഞ്ഞു. അതിന് സാത്താൻ കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, മറിച്ച് നിങ്ങൾ ദൈവത്തെപ്പോലെയാകും. ആ ഫലം ഭക്ഷിച്ചാൽ അവർക്ക് ശിക്ഷയും മരണവും ഉണ്ടാവില്ലെന്നും അവരുടെ ജീവിതം ഏറ്റവും ആസ്വാദ്യകരമാകുമെന്നും സാത്താൻ ഹവ്വയെ ധരിപ്പിച്ചു. അതായത്
അവൻ പറയുന്നത് പോലെ ചെയ്താൽ എല്ലാം സുന്ദരമാകും എന്നാണ് സാത്താൻ മനുഷ്യനെ പഠിപ്പിച്ചത്. ഇന്നും ഈ കള്ളമാണ് സാത്താൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മതത്തിൻ്റെ പേരിൽ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന അന്യായവും അഴിമതിയും ഒരിക്കലും ദൈവത്തിൽ നിന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ദൈവം പറയുന്നത് അനുസരിക്കേണ്ടതില്ല, നിങ്ങൾ സ്വയം ദൈവത്തെപ്പോലെ ആകുക എന്നത്രേ സാത്താൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ പരിണിത ഫലം ഭൂമിയിലെങ്ങും കാലങ്ങളിലേക്കും വ്യാപിച്ചു. ഇതിനോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാകുന്നു ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. 3-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരുടെയും മനുഷ്യൻ്റെ പുത്രിമാരുടെയും സന്തതികളാണെന്ന് ഇവിടെ പറയുന്നില്ല. അവരുടെ മക്കളെക്കുറിച്ച് പറയുന്നത് പുരാതന കാലത്തെ വീരന്മാരും കീർത്തിപ്പെട്ട പുരുഷന്മാരും എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാക്ഷസന്മാരെക്കുറിച്ചോ അമാനുഷികരെക്കുറിച്ചോ ഒന്നുമല്ല. അവർ മനുഷ്യരായിരുന്നു. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചതിന് മുമ്പ് തന്നെ ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ സന്തതികൾ പ്രഗത്ഭരായ വ്യക്തികളാണ് എന്ന് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം. മനുഷ്യ സ്വഭാവത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. വർണ്ണനാതീതവും അതിശയകരവുമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ദൈവദത്തമായ കഴിവുകളോടുകൂടി സൃഷ്ടിയുടെ മകുടമായിട്ടാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വലിയ സത്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ ചവിറ്റുകൊട്ടയിൽ നിന്നോ കടൽ ചെടിയിൽ നിന്നോ ഏതോ ഏകകോശ ജീവിയിൽ നിന്നോ ഒക്കെ പരിണമിച്ചു വന്ന മൃഗത്തിൽ നിന്നുണ്ടായതാണെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അന്ധതയാണ് മനുഷ്യർക്കുണ്ടാകുന്നത്. ശാസ്ത്രം മുൻപോട്ട് വെക്കുന്ന പരിണാമം എന്ന ആശയം, എവല്യൂഷൻ എന്ന ആശയം ഒരു സിദ്ധാന്തം മാത്രമാണ്. സത്യത്തിൽ അതിനെ തെളിയിക്കുവാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. മറ്റേതൊരു തത്വശാസ്ത്രത്തെയും പോലെ ഇതും വെറും ഒരു തത്വശാസ്ത്രമാണ്. അതായത് ഇത് അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലയൂരുവാൻ സാധിക്കാത്ത വിചിത്രമായ ചില കുരുക്കുകളിൽ നിങ്ങൾ ചെന്ന് ചാടും. അതിന് സംശയമില്ല. പരിണാമ സിദ്ധാന്തം മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചോ ഉൽപ്പത്തിയെക്കുറിച്ചോ ഒന്നും വ്യക്തമായ ഒരു ഉത്തരം തരുന്നില്ല. മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുവാൻ നാം ബൈബിളിലേക്ക് നോക്കിയാൽ മാത്രമേ സാധിക്കൂ. ബൈബിൾ അവതരിപ്പിക്കുന്നത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനെയാണ്. ഇത് അംഗീകരിക്കുന്നത് വരെയും മനുഷ്യൻ ചിന്താക്കുഴപ്പത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 4-ാം വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പത്തി പുസ്തകം വംശാവലിയുടെ ഒരു പുസ്തകമാണ്, കുടുംബങ്ങളുടെ പുസ്തകം. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആദാമിൻ്റെ മകനായ ശേത്തിൻ്റെ വംശത്തിൽ പിറന്ന ദൈവിക വഴികളിൽ നടന്ന വ്യക്തികളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പുത്രിമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കായീൻ്റെ വംശത്തിൽ ജനിച്ച ആളുകളെയാണ്. ഈ പ്രത്യേക ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ 2 വംശങ്ങളും കൂടി ഇടപഴകുവാനും വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനും തുടങ്ങി എന്നാണ്. അങ്ങനെ ഒടുവിൽ മനുഷ്യവർഗം മുഴുവൻ വഷളത്വത്തിലായി. അതാണ് ന്യായമായ ഒരു വിശദീകരണം. എന്നാൽ ഇതിന് വിപരീതമായ ഒരു ചിന്താഗതിയാണ് പല വ്യാഖ്യാതാക്കളും അവതരിപ്പിച്ച് കേൾക്കാറുള്ളത്. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നത് ദൈവദൂതന്മാരും മനുഷ്യൻ്റെ പുത്രിമാർ സാധാരണ മനുഷ്യൻ്റെ പുത്രിമാരുമാണെന്ന് അവർ വാദിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചിന്തിക്കുന്നത് എളുപ്പമാണല്ലോ. ഭൂരിപക്ഷം പേരും അതുതന്നെ വിശ്വസിക്കുന്നുണ്ടാവാം. എന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പിണങ്ങേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇവ രണ്ടും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളത്രേ. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടാകണമെന്നുള്ള ചിന്തയാൽ മാത്രം ഞാൻ
അതിത്രയും വിശദീകരിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ പ്രധാനപ്പെട്ട 2 കാര്യം ഇവിടെയുണ്ട്. ഒന്നാമതായി, ജലപ്രളയത്തിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? രണ്ടാമതായി, ഈ ന്യായവിധിയാകുന്ന ജലപ്രളയം കൊണ്ടുവരുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചതെന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 4 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1 വലിയത്, 2 ഒക്കെയും എന്നുള്ളത്, 3 എല്ലായ്പ്പോഴും എന്ന വാക്ക്, 4 ഉള്ളതത്രേ. മനുഷ്യൻ്റെ ദുഷ്ടത വലിയതാകുന്നു, അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ. ഭൂമിയിൽ അന്നുണ്ടായിരുന്ന മനുഷ്യകുലത്തിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തുന്ന 4 വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. 6-ാം വാക്യത്തിലേക്ക് വന്നാൽ നാം കാണുന്നു, 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. യഹോവ അനുതപിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അനുതപിക്കുക എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് ചെയ്യരുതാത്തത് എന്തോ ചെയ്തതുകൊണ്ട് യഹോവ അനുതപിച്ചു എന്ന അർത്ഥത്തിലല്ല. മനുഷ്യൻ്റെ ദുഷ്ടത മൂലമാണ് ദൈവം അനുതപിക്കുവാൻ ഇടയായത്. ഈ വാക്യത്തിലുള്ള ധ്വനി ദൈവം മനസ്സ് മാറ്റി മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുവാൻ ആഗ്രഹിച്ചു എന്നാണ്. അതാണ് ഇവിടുത്തെ ധ്വനി. ഒരുപക്ഷെ ഇതിനു മുമ്പും ഭൂമിയിലുണ്ടായിരുന്ന സൃഷ്ടിയോട് യഹോവയ്ക്ക് ഇതേ മനോഭാവം തന്നെ തോന്നിയിട്ടുണ്ടാകും. മനുഷ്യൻ്റെ പാപം ദൈവത്തെ വേദനിപ്പിച്ചെങ്കിലും അവൻ മനുഷ്യനെ ഉടനെ നശിപ്പിക്കാതിരുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നത്, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ഇവിടെ മത്സ്യത്തിൻ്റെ കാര്യം പറയുന്നില്ല, ശ്രദ്ധിച്ചോ? കാരണം വെള്ളപ്പൊക്കം കൊണ്ട് മത്സ്യത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. വെള്ളം കൂടിയത് കൊണ്ട് അതിന് സന്തോഷമല്ല ഉള്ളൂ. 8-ഉം 9-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. എന്തുകൊണ്ട് നോഹയ്ക്ക് കൃപ ലഭിച്ചു? എന്തുകൊണ്ടാണ് ദൈവം നോഹയെ രക്ഷിച്ചത്? കാരണം അവൻ ദൈവത്തോട് കൂടെ നടന്നു. എന്നാൽ ഈ സംഭവം നമ്മോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ചാറ്റൽ മഴ പോലും ഇല്ലാതിരുന്നപ്പോൾ, അതായത് മനുഷ്യൻ മഴ എന്തെന്ന് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു കാലയളവിൽ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു കാലയളവിൽ ഉണങ്ങിയ നിലത്ത് വെച്ച് ഒരു പെട്ടകം പണിയണമെങ്കിൽ അതിൻ്റെ പിൻപിൽ എത്ര വലിയൊരു വിശ്വാസം ആവശ്യമാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, വിശ്വാസത്താൽ ഹാനോക്ക് എടുക്കപ്പെട്ടു എന്നതത്രേ. സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ എല്ലാ വിശ്വാസികളും കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. താങ്കൾ വലിയ വിശ്വാസിയൊന്നുമല്ല എന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും ഞാൻ പറയട്ടെ, കർത്താവിൽ ആശ്രയിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ നിശ്ചയമായും താങ്കളെയും അവൻ എടുക്കും. കാരണം അവിടുന്ന് തൻ്റെ കരുണ നമുക്കായി നീട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. എന്തിനാണ് ദൈവം വെള്ളപ്പൊക്കം കൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കുന്നത്? 11-ഉം 12-ഉം വാക്യങ്ങൾ, 6-ന്റെ 11-ഉം 12-ഉം. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ട് സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. അതായത് മനുഷ്യൻ സ്വന്തം വഴിക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴികൾ ദുഷിപ്പിച്ചു. ദൈവം അവനെ സൃഷ്ടിച്ച ഉദ്ദേശത്തിൽ നിന്നും മനുഷ്യൻ മാറിപ്പോയി. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട മനുഷ്യൻ ദൈവത്തിന് ലജ്ജ മാത്രം
വരുത്തുന്ന ഒരവസ്ഥയിലായി. ദുഷി മാത്രം വരുത്തുന്ന ഒരു കൂട്ടമായി മനുഷ്യർ മാറി. 13-ാം വാക്യത്തിൽ നാം കാണുന്നത് 6:13, ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ദൈവം ജലപ്രളയം അയച്ചതിൻ്റെ അനവധി കാരണങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യന് ഒരു വീണ്ടെടുപ്പുകാരനെ വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് ഒരു രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നുവെന്ന് മനുഷ്യനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ കാത്തിരിക്കേണ്ടത് അതിനുവേണ്ടിയായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ നിന്നും അകന്ന് വഷളത്വം പ്രവർത്തിച്ചു. ഏദനിലെ മനുഷ്യൻ്റെ പാപത്തിന് ശേഷം ദൈവം തന്നെ പാപത്തിൻ്റെ പരിണിത ഫലത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള നടപടികൾ തുടങ്ങി. ആദാമിനും ഹവ്വായ്ക്കും ദൈവം ഒരു യാഗം ഒരുക്കി കൊടുത്തു. ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് അവരുടെ ലജ്ജ മറച്ചു. ഹാബേലിനും കായീനും മഹത്തായതും നിത്യവുമായൊരു പ്രമാണം നൽകി. കായീനും ഹാബേലും രണ്ട് വലിയ വ്യവസ്ഥിതികളുടെ അഥവാ സംഹിതകളുടെ പ്രതിനിധികളായിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരും, സ്വയം നീതീകരിക്കുന്നവരും തകർന്നും നുറുകിയുമുള്ള മനസ്സുള്ളവരും, നാമധേയ വിശ്വാസികളും യഥാർത്ഥ വിശ്വാസികളും. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളുടെ പ്രതിനിധികളായിരുന്നു കായീനും ഹാബേലും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദാമിൻ്റെ മക്കളായ ആദിമ പിതാക്കന്മാർ നീണ്ട കാലയളവിൽ ജീവിച്ചിരുന്നു എന്നതാണ്. ആദാമും മെതുശലേഹും കൂടി സൃഷ്ടിപ്പിൻ്റെ സമയം മുതൽ ജലപ്രളയത്തിൻ്റെ സമയം വരെയുള്ള കാലയളവിനെ ബന്ധിപ്പിക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു. അവർ ഒരർത്ഥത്തിൽ സകല മനുഷ്യവർഗത്തിനും ഒരു വെളിപ്പാട് നൽകുകയായിരുന്നു. ആ കാലയളവിൽ ഹാനോക്ക് പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. താൻ പെട്ടകമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ അവസരത്തിൽ തന്നെ നോഹയും പ്രസംഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹാനോക്കിൻ്റെ ശുശ്രൂഷ ജനങ്ങളെ ജാഗ്രതയുള്ളവരാക്കേണ്ടതിനായിരുന്നു. കാരണം ദൈവം മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് അവർക്ക് തിരിച്ചറിയുവാനുള്ള അവസരമായിരുന്നു അത്. മാത്രവുമല്ല, മെതുശലഹിനെക്കുറിച്ചും അവൻ്റെ പേരിൻ്റെ അർത്ഥവും ആ ജനങ്ങൾ അറിഞ്ഞിരുന്നു. അവൻ മരിച്ചപ്പോൾ ജലപ്രളയം വരുന്നുവെന്ന് മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ടതാണ്. മാത്രവുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും അന്നുണ്ടായിരുന്നു. തൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തതിനു മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ ഭൂമിയിൽ ന്യായവിധി ജലപ്രളയത്തിൻ്റെ രൂപത്തിൽ വന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നത്രേ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ചുരുക്കം ചിലരുണ്ടായിരുന്നു. നോഹയും കുടുംബവും അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവൻ ദൈവത്തോട് കൂടെ നടന്നവൻ, അവൻ ദൈവത്തെ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോഹ ഉണങ്ങിയ നിലത്തൊരു പെട്ടകം പണിയുവാൻ തീരുമാനിച്ചു. പ്രളയം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ ആ സമൂഹത്തിലൊരു പരിഹാസ വിഷയമാകുമായിരുന്നു, ഇല്ലേ? സംശയമില്ല. 120 വർഷം നോഹ തൻ്റെ പ്രസംഗം തുടർന്നു. ഇന്നും ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇപ്രകാരത്തിലുള്ള ഒരു വിശ്വാസമാണ്. ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ ആശ്രയം. ആരും കൂടെ ഇല്ലെങ്കിലും സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ സമർപ്പിക്കുന്ന ഒരവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? യേശു കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നോഹയുടെ കാലം പോലെ ഒരു കാലം ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ശരിവെക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന്, ഈ അധ്യായം ആരംഭിച്ചത് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അന്ന് വലിയ ജനസംഖ്യാ വർധനവ് ഉണ്ടായിട്ട് പ്രളയകാലമായപ്പോഴേക്കും ഭൂമിയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. സകല ദിക്കിലേക്കും മനുഷ്യൻ വ്യാപിച്ചു കഴിഞ്ഞു. ഇന്നും ലോകത്തിൽ അതിഭയങ്കരമായ ഒരു ജനസംഖ്യാ വർധനവുണ്ട്. 2011 ആയപ്പോഴേക്കും ലോക ജനസംഖ്യ 700 കോടിയിലധികമായി എന്ന് നാം കണ്ടു. ഇന്ന് നമ്മുടെ ഭാരതം 140 കോടിയിലധികം ജനങ്ങളുമായി ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളൊന്നും അനുകൂലമല്ല എന്ന് തോന്നുമ്പോൾ
നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സമൂഹത്തിൽ നിങ്ങൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മാത്രം ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ച് ജീവിക്കുക എന്നത് എത്ര നാൾ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു ദൈവപൈതലിൻ്റെ പദവിയാണ് ഈ പറഞ്ഞ അവസ്ഥ. ചരിത്രത്തിലുടനീളം ഇങ്ങനെയുള്ള വിശ്വസ്ത മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യവർഗം മുഴുവൻ വഷളത്വം പ്രവർത്തിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ചിരുന്ന ഒരു കാലത്താണ് നീതിമാനായ നോഹ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് ദേശത്തോട് പറയുവാനുള്ള സത്യങ്ങൾ അറിയിച്ചുകൊണ്ട് ജീവിച്ചത്. ദൈവം നൽകിയ കാഴ്ചപ്പാടനുസരിച്ച് നോഹ പ്രവർത്തിച്ചു. നോഹ ഇന്നും മനുഷ്യവർഗത്തിനെല്ലാം ഒരു വലിയ മാതൃക തന്നെയാണ്. ഇന്ന് ദൈവനിഷേധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? അതെ, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു സമർപ്പണത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോഹയുടെ ജീവചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ടുന്ന വാക്യമാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളത്. അതുവരെ കാണാത്തവയെക്കുറിച്ചുള്ള അരുളപ്പാടുണ്ടായിട്ടും അത് വിശ്വസിക്കുവാനും അനുസരിക്കുവാനുമുള്ള ആർജവം നോഹയ്ക്ക് ലഭിച്ചത് ദൈവത്തോട് കൂടെയുള്ള തൻ്റെ നടപ്പിലായിരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് തിരുവചനം പറയുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു.